മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണ് ഗഗൻയാൻ. ഗഗൻയാനെക്കുറിച്ചുള്ള വിവരങ്ങൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാം. സൺ ഫോർമുല എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയാണ്. 1984 ഏപ്രിൽ 2 റഷ്യയുടെ സോയുസ് T-11 പേടകത്തിലായിരുന്നു യാത്ര. 7 ദിവസവും 2 മണിക്കൂറും 40 മിനിറ്റും അദ്ദേഹം ബഹിരാകാശത്ത് ചെലവഴിച്ചു. എന്നാൽ ഇന്ത്യ സ്വന്തമായി മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന സ്വപ്ന പദ്ധതിയാണ് ഗഗൻയാൻ. 3 യാത്രികരെയും വഹിച്ചുള്ള പേടകത്തെ ഭൂമിക്ക് മുകളിൽ ഏകദേശം 400 കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ 3 ദിവസത്തേക്ക് എത്തിക്കുക എന്നതാണ് ഗഗൻയാൻ ദൗത്യം. ഈ പേടകത്തെ വിക്ഷേപിക്കുന്നതിനായി നിശ്ചയിച്ചിരിക്കുന്ന റോക്കറ്റ് ഹ്യൂമൻ റേറ്റഡ് LMV-3 ആണ്. ബഹിരാകാശ സഞ്ചാരികൾക്കുള്ള പരിശീലനങ്ങൾ ISROയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെൻ്ററും റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ്കോസ്മോസിന് കീഴിലുള്ള ക്ലാവ്കോസ്മോസും നൽകി. പേടകത്തിന് 8000 കിലോഗ്രാമോളം ഭാരമുണ്ട്. ഇതിൽ പ്രധാനമായും 2 ഭാഗങ്ങളാണുള്ളത്: ക്രൂ മോഡ്യൂളും സർവീസ് മോഡ്യൂളും. പേടകം തിരിച്ചിറങ്ങുമ്പോൾ ഭൂമിയുടെ അന്തരീക്ഷത്തിലുണ്ടാകുന്ന കനത്ത ചൂടിനെ പ്രതിരോധിക്കാൻ ക്രൂ മോഡ്യൂളിന് ഇരട്ട ഭിത്തിയാണ് നൽകിയിരിക്കുന്നത്. ഗഗൻയാൻ പേടകത്തിൻ്റെ വിക്ഷേപണത്തിന് മുന്നോടിയായി നടക്കുന്ന അവസാന പരീക്ഷണമാണ് ആളില്ലാ ഗഗൻയാൻ പരീക്ഷണം. ഇത് ഈ വർഷം നടക്കും. അമേരിക്ക, റഷ്യ, ചൈന എന്നീ രാജ്യങ്ങളാണ് മനുഷ്യരെ ബഹിരാകാശത്ത് എത്തിച്ച രാജ്യങ്ങൾ. ഗഗൻയാൻ്റെ വിജയത്തോടെ സ്വന്തമായി മനുഷ്യരെ ബഹിരാകാശത്തെത്തിക്കുന്ന 4ാമത്തെ രാജ്യമാകും ഇന്ത്യ. ഗഗൻയാൻ തിരിച്ചിറങ്ങുന്നത് സമുദ്രത്തിലാകും. അതിനുശേഷം ഇന്ത്യൻ നാവികസേനയുടെ കപ്പൽ പേടകം വീണ്ടെടുക്കും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക.